ഈ ഇടയ്ക്കല്ലേ ഫീസിനെന്ന് പറഞ്ഞ് പൈസ വാങ്ങിയത്. ഓ അത് 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 ഞാൻ റെക്കോർഡ് വാങ്ങാനല്ലേ വാങ്ങിയത്. എന്നും പൈസ. സർക്കാർ കോളേജാണ്, എന്നും പൈസ കൊടുത്തോണ്ടേ ഇരിക്കണം. എന്നാ കൊടുത്തു. നിങ്ങൾ കാപ്പി കുടിച്ചായിരുന്നോ? ഇല്ല. നിങ്ങൾക്ക് ഞാൻ കാപ്പി എടുക്കാം. എടുത്തത് ഇന്നത്തെ പത്രത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ അച്ഛാ? നിനക്കെന്താ ആവശ്യം? എനിക്കൊരു ബൈക്ക് വാങ്ങി തരും അച്ഛാ. ഞാൻ തന്നെ സൈക്കിളിലാണ് പോകുന്നത്. അപ്പോഴാണ് അവൻ്റെ ഒരു ബൈക്ക്. ബസ്സിൽ പോയാൽ മതി. നിന്നോട് ഞാൻ അന്നേരം പറഞ്ഞതല്ലേ, നീ കേൾക്കില്ല. ഇന്നത്തേക്കുള്ള പൈസ ഞാൻ അച്ഛൻ്റെ തന്നെ വാങ്ങി. ഓ നിനക്ക് കിട്ടിയോ? അവന്മാരെ കണ്ടില്ലല്ലോ. എന്റെ പൊന്നോ, നമ്മക്ക് എന്തിനാ ഇങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ്? നീ പോ, നീ കൊള്ളില്ല. വേണമെങ്കിൽ നീയും കൂടിക്കോ. ഓ എനിക്ക് പഠിക്കാനുണ്ട്, ഞാൻ ക്ലാസ്സിൽ പോകുന്നു. ആ നീ വന്നു. എനിക്കറിയാവുന്നത് ഇതാ സാധനം. അതെന്താ എനിക്കില്ലേ? ഇത്രയും നാൾ ഞാൻ ഫ്രീ ആയിട്ടല്ലേ തന്നത്. ഇല്ല, അത് കിട്ടിയില്ലെങ്കിൽ ശരിയാകില്ല. എനിക്ക് വേണം. നിനക്കുള്ള സാധനം ഇനി വരുമ്പോൾ തരാം. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല. കൂടുതൽ കാശാവും. എന്റെ കൊച്ചിനെ എടുക്കാൻ വയ്യാത്ത ഡയലോഗ്. അച്ഛൻ വന്നു. അവൻ ഇതുവരെയായിട്ടൊന്നും കഴിച്ചിട്ടില്ല. എന്ത് പറ്റി അവന്? അവനെന്തോ ബൈക്ക് വാങ്ങിയില്ല എന്നാ പറഞ്ഞ ബഹളം. നിനക്കറിഞ്ഞൂടെ ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർ റോട്ടിലോട്ട് ഇറങ്ങുന്നത് ഭയമാണ്. അതവന് മനസ്സിലാവില്ലേ? ഞാനെ വിളിച്ചേ. മോനെ ബൈക്ക് വേണ്ട, ബസ്സിൽ പോയാൽ മതി. പറ്റില്ല, എനിക്ക് വേണം. എൻ്റെ ഫ്രണ്ട്സിന് എല്ലാത്തിനും ബൈക്കുണ്ട്, എനിക്ക് വേണം. നിന്റെ ഇഷ്ടം പോലെ. സൂക്ഷിച്ച് ഓടിക്കണം. നാളെ ഷോറൂമിൽ പോകാം. താങ്ക്സ് അച്ഛാ. രാത്രിയിൽ ലഹരി വസ്തു കിട്ടാതെയായപ്പോൾ കുട്ടിക്ക് മനോവിഭ്രാന്തി ഉണ്ടാകുന്നു. മോളെ, നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? നീ ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? വേണ്ട, എനിക്ക് നിങ്ങളെ ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. അതെന്താ മോളെ? എന്റെ പൊന്നെ, കഞ്ചാവിനടുവേ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മകളുടെ അവസ്ഥ ഭയാനകമാവുന്നു. അവളുടെ മുറിയിൽ നിന്ന് വിളി കേൾക്കുന്നു. എനിക്ക് നേരത്തെ പേടി തോന്നി. നമുക്ക് പോയെന്ന് നോക്കാം. നമ്മളിനി എന്ത് ചെയ്യും? മോനെ മോനെ മോനെ, നോക്കിയിട്ട് ഓടി വാടാ.
നിങ്ങൾക്ക് എന്തോ വട്ടമുണ്ടോ? അവൾ കഞ്ചാവ് അടിച്ച് കിറങ്ങിയിരിക്കുക. വിശ്വാസമില്ലെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം. ഡോക്ടറല്ല. അവളിത് എത്ര നാളായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? എന്തുപയോഗിക്കാൻ? നിങ്ങൾ ഇതുവരെ ഒന്നും അറിഞ്ഞില്ലേ? ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. പഠിക്കുന്ന കുട്ടിയല്ലേ, ശ്രദ്ധിച്ചില്ല. കുട്ടികളെ കുറിച്ച് നമ്മൾ എപ്പോഴും തിരക്കണം. അത് എന്തിനാ ഏതിനാന്നൊക്കെ കുറിച്ച്. അവൾ ഇത് സ്ഥിരം ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് ക്രിട്ടിക്കലാണ്. നമുക്ക് എന്നാലും ശ്രമിക്കാം. എൻ്റെ പൊന്നു. ശ്രമിക്കണത് അവിടെ തന്നെ ഇരുന്ന്. എൻ്റെ പൊന്നു, അടുത്ത ആവടിയാണ് വായിക്കാൻ പോണത്. അയ്യോ, ഇതെനിക്ക് അറിയാവുന്ന പയ്യനല്ലേ. എന്തു പറ്റി നോക്കട്ടെ. തിരുവനന്തപുരം ഇന്നലെ നടന്ന റോഡ് അപകടത്തിൽ 19 വയസ്സുള്ള രോഹിത് അന്തരിച്ചു. ബഹുമാന്യരെ, ഇന്ന് കണ്ട ഈ കാഴ്ച സമൂഹത്തിൽ നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾ പഠിക്കാൻ പോകുമ്പോൾ അവർ എവിടെ പോകുന്നു, അവരുടെ കൂട്ടുകാർ ആരൊക്കെ, അവർക്ക് എന്തിന് പൈസ കൊടുക്കുന്നു എന്നീ കാര്യങ്ങൾ അന്വേഷിക്കുക. സ്കൂളുമായി നിരന്തരം ബന്ധപ്പെടുക. അവരുടെ നല്ല കൂട്ടുകാരുള്ളത്. നമ്മുടെ വീട്ടിലെ വിഷമങ്ങൾ അറിഞ്ഞ് അവരെ വളർത്തുക. നമ്മുടെ സൗകര്യം അനുസരിച്ച് അവരെ വളർത്തുക. സമൂഹത്തിനും കുടുംബത്തിനും ഒരു സ്വത്തായി വളർത്തുക. അവരുടെ മനസ്സിൽ നന്മ നിറയ്ക്കുക. എടുത്താടിയൊക്കെ അത് ഓടണം. ലഹരിക്കെതിരെ പോരാടാൻ നമുക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം. എൻ്റെ മകൻ ലഹരിക്ക് അടിമയല്ല എന്ന് ഓരോ രക്ഷിതാക്കളും ഉറപ്പുവരുത്തണം. ലഹരി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബത്തിൻ്റെ താളം തെറ്റൽ, സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക. വരും നമുക്ക് ഒരുമിക്കാൻ ലഹരി വിമുക്ത സമൂഹത്തിനായി.